ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാലിക്കറ്റ് പോവാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വിനയും കൂടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ വിനയ് മച്ചാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ ഞാനിതാക്കണേ വിനയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വീടിൻ്റെ പുറത്ത് തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെക്കൻ ഇതാക്കണ് ഇറങ്ങി വരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് അവൻ്റെ വീട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഒരു കവാടം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇതാക്കണ് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഗായ്സ്, അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് ഞങ്ങൾ ഇതാക്കണ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് എൻട്രൻസ്. അറിയാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. ഇതാക്കണ് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിലൊക്കെ കയറി ഞങ്ങൾ ഇതാക്കണ് മുകളിലേക്ക് പോവാണ് കേട്ടോ. എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ നോമ്പിന്റെ മുമ്പ് ഷൂട്ട് ചെയ്താട്ടോ. നോമ്പിന്റെ മുമ്പ് പോയതാണ് ഞങ്ങൾ ഇവിടേക്ക് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ് ഓരോരോ ഷോപ്പിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയാണ്ടൊക്കെയാണ് പോകുന്നത്. അവനിങ്ങനെ വേഗം സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവന് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാ ഷോപ്പിലേക്കൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അവനിങ്ങനെ പറയുന്നുണ്ട് എന്നോട് വേഗം വരാൻ, തിരിച്ചു പോരുമ്പോൾ അവിടെ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതാക്കണ വീണ്ടും എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട്. ഐസ്ക്രീം എവിടെയാണ്? ഇവിടെ ചിക്കിങ്ങും ഇതൊക്കെ അല്ലേ? എവിടെ? ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇരിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രാ ക്ഷീണം. അങ്ങനെ ഇതാക്കണ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് കരുതിട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. നല്ല നല്ല ഷോപ്പുകളുണ്ട്, ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഗായ്സ്, ഇവിടെ ഉച്ച സമയം ആയതുകൊണ്ട് എന്താ അറിയില്ല, ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരവൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് ഇവിടുന്ന് എന്താ കഴിക്കുക എന്ന് കരുതി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞാൻ എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ഇതാക്കണ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഫോൺ വേണം.
പൈസ എൻ്റെ അടുത്തുണ്ട്. അങ്ങോട്ട് പോയല്ലേ ഇനി ഗായ്സ്? അങ്ങനെ ഞാൻ ഇതാക്കണ് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ പൊട്ടിക്കണ് ഞാൻ. ഐസ്ക്രീം കഴിക്കാൻ നല്ലൊരു കമ്പട്ടോ പൂതി. അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അവന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവന് കോൾഡ് ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഗായ്സ് അങ്ങനെ ഞാനിതാക്കണ് സ്ട്രോബെറിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ചൂടുമല്ലേ, അതുകൊണ്ടാണ് ഐസ്ക്രീം ആക്കിയത് കേട്ടോ. അങ്ങനെ എൻ്റെ ഐസ്ക്രീം വായിക്കലൊക്കെ കഴിഞ്ഞു. അവന് കാര്യമായിട്ട് എന്തോ നല്ല പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതാക്കണ് ഞാൻ അവനോട് ചോദിക്കണം കേട്ടോ എന്താ പരിപാടിന്ന്. അപ്പോൾ അതാ അവനിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഗായ്സ് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് മാറിയിരിക്കാമെന്ന് കരുതി വേറൊരു ഭാഗത്തേക്ക് ഇതാക്കണ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല സീറ്റ് കിട്ടിയപ്പോൾ. അപ്പോൾ ഇവിടെ ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇവിടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഞാനിതാക്കണ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇതാക്കണ് താഴോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് ഇവിടുന്ന് പോവാണ്. താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ് അങ്ങനെ താഴോട്ട് പോകാൻ വേണ്ടി എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണ് ഫൈനലി നമ്മൾ ഇതാക്കണ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എക്സീറ്റ് ഫുള്ള് കാറാണല്ലോ. ഓ വണ്ടിയുടെ ഒരു ഐഡിയ ഇല്ലല്ലോ. ഹെഡ്ജാതി ആക്കണ് ആ ഭാഗത്ത് പോയി ആക്കണ് നമ്മളെ. ഗായ്സ് അങ്ങനെ നമ്മളെ വണ്ടി തെരഞ്ഞ് അവസാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇനി ഗായ്സ് അപ്പോൾ നമ്മളെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം നോക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നെഹദി മന്തിയുടെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഒടുക്കത്തെ തിരക്ക് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി വേറെ ഷോപ്പിലേക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ ഇതാക്കണ് ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ നെഹദി കയറാതെ ഇപ്പം ഞങ്ങൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് സൂഫി മന്തി ഷോപ്പിൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മന്തി കഴിക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി സീറ്റിലൊക്കെ ഇരുന്ന് അപ്പോൾ ഇതാക്കണ് മെനു എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് മെനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് ചെയ്തുകൊണ്ട് കേട്ടോ രണ്ടാൾക്കാരും. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഓർഡർ ചെയ്യലൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ ഞങ്ങളൊരു പെപ്സി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പെപ്സിയൊക്കെ വാങ്ങൽ കഴിഞ്ഞ് ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടല്ലോ. അപ്പോൾ ഫുഡിനിങ്ങനെ കാത്തിരുന്നു കൊണ്ട് കേട്ടോ. സമയം 3:45. 3:45
ഗായ്സ് അങ്ങനെ ആദ്യം തന്നെ വന്നത് മയോണൈസും റെഡ് സോസും അതേപോലെ അതിക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്ന് കുറച്ച് എടുത്ത് കഴിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞ് ഗായ്സ് അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടല്ലോ. അപ്പോൾ അവനിതാക്കണ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. മയോണൈസ് ഇതാ അവനിങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവന് എടുക്കൽ കഴിഞ്ഞപ്പോൾ ഇതാക്കണ് ഞാനിതാക്കണ് ഫുഡ് എടുക്കാണ്. അവനിതാ പെപ്സിയൊക്കെ ഒഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാക്കണ് ഫുഡ് ഇങ്ങനെ എൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മയോണൈസ് എടുത്തിട്ടുണ്ട്. ഗായ്സ് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാക്കണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാനിതാക്കണ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നുകൊണ്ട് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നല്ല സർവീസായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഒരു സെപ്പറേറ്റ് ആയിക്കൊണ്ടാണ് ഓരോരുത്തർക്ക് ഇങ്ങനെ റൂമാണ് കേട്ടോ. റൂം ബേസാണ്, ഹാളല്ല, റൂം ആയിക്കൊണ്ടാണ് കേട്ടോ. അതെനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഗായ്സ് അങ്ങനെ ഞാനിതാക്കണ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കൊന്നും നോക്കണില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് എൻ്റെ തല കാണുന്നില്ല എന്ന് മനസ്സിലായത് കേട്ടോ. ക്യാമറ വെച്ചത് ശരിയായിട്ടില്ലായിരുന്നു. ക്യാമറ ഒരു സൈഡിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ക്യാമറയ്ക്കൊന്നും നോക്കിയിട്ടില്ല. നല്ല വിശപ്പ് കാരണം ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വണ്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിൻ്റെ അടുത്തൊക്കെ എത്തി. ഞങ്ങളിതാ എങ്ങോട്ടാ പോകേണ്ടതെന്നില്ല ഒരു ചർച്ചയിലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്, സൂഫി മന്തി ഷോപ്പിൽ നിന്ന്. ഗായ്സ് അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് ഫോക്കസ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. ഞങ്ങൾ ഫോക്കസ് മാളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാക്കണ ഹെൽമെറ്റൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഹെൽമെറ്റൊക്കെ വണ്ടിമ്മ വെക്കാണ്. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. ഈ കാണുന്ന പോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇപ്പോൾ ഫോക്കസ് മാളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവന് ഇതാക്കണ് മുമ്പിലുണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്താണ് അവന്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ് അങ്ങനെ ഞാനിതാക്കണ് അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ ഞങ്ങള് പാർക്കിംഗ് ഏരിയയിൽ നിന്നൊക്കെ പോന്ന് ഞങ്ങള് മുൻഭാഗത്തിലൂടെയാണ് കേട്ടോ ഫോക്കസ് മാളിലേക്ക് ഉള്ളിലേക്ക് കയറുന്നത് മുൻഭാഗത്തിലൂടെയാണ്. അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ഫോക്കസ് മാളിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാക്കണ് ഇവിടെ നല്ല അടിപൊളിയായി ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബലൂണൊക്കെ വെച്ച്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഫോക്കസ് മാളിന്റെ ഉള്ളിലൊക്കെ എത്തി ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഷോപ്പുകളൊക്കെ ഉണ്ട്, നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതാക്കണ്
അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടോ. അവന് ഇതാക്കണ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇതാണ് ഇതിൻ്റെ അടിഭാഗം കേട്ടോ. മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സീറ്റിലൊക്കെ എല്ലാവരും ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സീറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഏറ്റവും മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ബലൂണിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു കാണാൻ തന്നെ ഒരു പ്രത്യേക തരം രസമുണ്ട് കേട്ടോ. അടിയിലിതാ ലവ് ചിഹ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഞങ്ങൾ ഇതാക്കണ് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഹൈലൈറ്റ് മാളത്തെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ്. ഗായ്സ് അങ്ങനെ ഞാനിതാക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അവൻ കുറച്ച് മുമ്പിൽ പോയിട്ടുണ്ട്. പോലെ എവിടെ നമ്മളെ വണ്ടിയുടെ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഫോക്കസ് മാളിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാക്കണ് ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി തിരിക്കാൻ വേണ്ടി പോവാണ്. അടുത്തത് നമ്മൾ പോകുന്നത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോക്കസ് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കേട്ടോ. ഇതാ കണ്ടില്ലേ, മുന്നിൽ തന്നെ വണ്ടി കണ്ടില്ലേ, നല്ല ബ്ലോക്ക്. അപ്പോൾ ഇതാണ് ഫോക്കസ് മാളിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഇവിടെ 10 മിനിറ്റ് ആയിട്ടോ ഇവിടെ ഇങ്ങനെ സ്വീപ്പായിരിക്കണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാക്കണ് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആളില്ലാത്ത ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ തിരക്കില്ലേ, എവിടെ ആ ഭാഗത്തല്ലേ, അങ്ങോട്ട് പോവല്ലേ? ഗൈസ് അപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ് കേട്ടോ. ആ ഭാഗത്താണ് ഫുൾ ആൾക്കാർ കേട്ടോ. കംപ്ലീറ്റ് നല്ല തിരക്കുണ്ട് അവിടെ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ സൺസെറ്റ് കണ്ടില്ലേ, സൺസെറ്റ്. ഇത് കാണാൻ പറ്റും എന്ന് കരുതിയതല്ല, ഏതായാലും എന്തോ ഭാഗ്യത്തിന് കാണാൻ പറ്റി. നല്ല കാറ്റുണ്ടല്ലേ അവിടെ. നോക്ക് തിരക്ക്, അവിടെയാണ് കച്ചവടം തൊട്ടല്ലേ, നല്ല തിരക്കട. എവിടെ ഇങ്ങനെ കൊടുത്ത വീഡിയോ കിട്ടിയ ഇവിടെ ഒരു പേപ്പർ വണ്ടി
ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒട്ടകം അങ്ങനെ പോകുന്നത് കണ്ടു കേട്ടോ. 2 ഒട്ടകം, അതിൻ്റെ മുകളിൽ ആളുകളും ഉണ്ട് കേട്ടോ. ഇതാക്കണ തിരമാലൊക്കെ ഇതാക്കണ നല്ല ആഞ്ഞ് അടിക്കുന്നുണ്ട് കേട്ടോ കരയിലോട്ട്. ഗായ്സ് അങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല, കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വൈകിട്ടാണ് ഫോക്കസ് മാളിന് ഇറങ്ങിയിട്ടുള്ളത്, കുറച്ച് ഈവനിങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കരുതിയ പോലെ ആയില്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബീച്ചിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ഞാനിതാക്കണ് ബീച്ച് വരെ വന്നല്ലോ, ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഏകദേശം തിരമാലിൻ്റെ അടുത്ത് വരെ പോയിട്ടോ. ഷൂ ഒക്കെ ആയതുകൊണ്ട് വെള്ളം ആവുമെന്ന് കരുതി തിരിച്ച് റിട്ടേൺ പോലെയാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാക്കണ് ക്രൗഡില്ല ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കണ്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു, കാണാൻ പറ്റൂല എന്ന് കരുതിയിരുന്നു. കാരണം ഏകദേശം ഒരു സൺസെറ്റ് അവസാനിക്കാൻ നേരത്താണ് കേട്ടോ ഇവിടെ എത്തിയത് ബീച്ചിൽ. പോവല്ലേ? അപ്പൊ ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ പോവാണ്. ആ സൈഡേക്ക് അവിടെയാണ് നല്ല ക്രൗഡുള്ളത്. ഇവിടെ ഒട്ടകത്തിന്റെ പുറത്ത് ഒരാളിങ്ങനെ കയറി പോകണം. മിക്സഡോ? അങ്ങനെ ഇരുട്ടായില്ലേ? നല്ല വെള്ളം കിട്ടുമോ, നല്ല ദാഹമുണ്ട്. ഇരുട്ടായിട്ട് ഇതാട്ടോ കച്ചവടക്കാരൊക്കെ ലൈറ്റ് ഇട്ടാണ്. അവിടെ നല്ല ക്രൗഡ്. ആ ഭാഗത്ത് നോക്കിയാൽ തോന്നും ഇവിടെ നല്ല ക്രൗഡ്. അത് വേണം, എനിക്കതാ വേണ്ട. തണ്ട ഇപ്പത്തെ 3 മതിയോ? 3 മതി വെച്ച. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് കോഴിക്കോട് ഐ ലവ് യു കോഴിക്കോട് എന്നെഴുതിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗായ്സ് ഞങ്ങൾ ഇതാക്കണ് ഐ ലവ് കോഴിക്കോട് എന്നെഴുതിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാക്കണ ഓരോരുത്തരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ന് വരുമ്പോഴും ഇവിടെ വരണം എന്ന് കരുതും, പക്ഷേ എനിക്കതിന് കഴിയാറില്ല. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ പഴയ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ബീച്ചിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് വണ്ടി പാർക്ക് ചെയ്തതിനോടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിൻ്റെ അടുത്തൊക്കെ എത്തി. ഞാനിതാക്കണ ഹെൽമെറ്റ് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8:30 സമയമായിട്ടുണ്ട് കേട്ടോ. 8:30 ആയിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ വണ്ടിമേലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വലത്തോട്ടല്ലേ പോലെ നല്ല ടൈം കുടിക്കും ചിലപ്പോ. ഇവിടെ വെച്ചതാ ടൈം കുടിക്കും, നല്ല ടൈം കുടിക്കും. ഗായ്സ് ഇവിടെ ഒരുപാട് ജ്യൂസ് ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ,
ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുമ്പോൾ വിനയ് പറഞ്ഞു ഇവിടെ നല്ല അടിപൊളി ജ്യൂസ് കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്ക് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ജ്യൂസിന്റെ ഷോപ്പിൽ ജ്യൂസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ ജ്യൂസ് വന്നു, ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സ്ട്രോബെറിയും അവന് കോക്കനറ്റുമാണ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവന് ഇതാക്കണ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളി ജ്യൂസായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഈ ഒരു സ്ഥലം വരുന്നത് കാലിക്കറ്റ് നെഹദി കുഴിമന്തിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാട്ടോ എല്ലാവരും, നല്ല അടിപൊളിയാണ് ഗായ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.